ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഹരീഷുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് തനിക്ക് നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് വിവാഹം നടത്തി തരണമെന്ന് വീട്ടുകാരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നീതു. ഇക്കാര്യം അറിഞ്ഞ സുധീഷും നിധിയും ഒരു റെസ്റ്റോറന്റിലേക്ക് നീതുവിനെ വിളിച്ചു വരുത്തുകയും ഹരീഷിന്റെയും നീതുവിന്റെയും പിണക്കം മാറ്റി ഒന്നിപ്പിക്കാൻ ശ്രമിക്കുകയുമാണ്. നീതു വളരെ ദേഷ്യത്തോടുകൂടി നിധിയോടും സുധീഷിനോടും സംസാരിക്കുകയും ഹരീഷുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു, ഇനി കാര്യം പറഞ്ഞുകൊണ്ട് തന്റെ മുന്നിലേക്ക് വരരുതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയുമാണ്. തുടർന്ന് നീതു ഹരീഷിന്റെ കടയിലേക്ക് വരികയാണ്. ദേഷ്യത്തോടുകൂടി ഹരീഷ് ചോദിക്കുന്നു, ഞാൻ നിന്നെ ഫോൺ വിളിച്ചൊന്നുമില്ലല്ലോ, പിന്നെന്തിനാ വന്നേ? അപ്പൊ നീതു പറയണ, നിന്നെ കണ്ട് നിന്നോട് സംസാരിക്കാൻ വേണ്ടി ഒന്നല്ല ഞാൻ വന്നത്. നിന്റെ മുഖമൊക്കെ ഞാനല്ലാതെ വേറെ ആര് നോക്കാൻ? ഞാൻ എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചു പോകും. അതിനുശേഷം ഒരുത്തിയും നിന്റെ മുഖത്തേക്ക് നോക്കില്ലടാ. അപ്പൊ ഹരീഷ് പറയണ, ആര് നോക്കിയാൽ എന്താ, നോക്കിയില്ലെങ്കിൽ എന്താ? നിനക്ക് വേണ്ടെന്ന് പറഞ്ഞു പോയില്ലേ, പിന്നെന്തിനായി വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരുന്നേ? ഇത് കേട്ട നീതു പറയണ, അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. നമ്മളെല്ലാം അവസാനിപ്പിച്ചതല്ലേ, പിന്നെന്തിനാ ദൂത് അയക്കുന്നത്? ഹരീഷ് ചോദിക്കുന്നു, ദൂത് അയച്ചെന്നോ? ആര് ദൂത് അയച്ചു? അപ്പൊ നീതു പറയാണ്, അറിയാത്തതുപോലെ ചോദിക്കണ്ട. നിന്റെ സുധീഷ് ഏട്ടനും നിധിയെടുത്തിയും വന്ന് എന്നെ കണ്ടിരുന്നു. അവര് നിനക്ക് വേണ്ടി സംസാരിച്ചെന്നോട്. നീ പറയാതെയാണോ അവരെന്നെ കാണാൻ വന്നേ? അവര് നിന്നോട് സംസാരിച്ചോന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നീതു പറയാണ്, കൊള്ളാലോ, നീതുവിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞ അവരെ പറഞ്ഞു വിട്ടിട്ട് ഒന്നും അറിയാത്തതുപോലെയാണല്ലോ ചോദിക്കുന്നത്. രണ്ടുപേരും എന്റെ അടുത്ത് വന്ന് ഹരീഷ് വളരെ നല്ലവനാ, അവനെ വിഷമിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞ് നിന്നെ പുകഴ്ത്തി പറയുകയായിരുന്നു. നീ എത്ര മോശപ്പെട്ടവനാണെന്ന് എനിക്കല്ലേ അറിയൂ. ഹരീഷ് ചോദിക്കുന്നു, മോശപ്പെട്ടവനോ? ദേ നോക്ക്, ഞാൻ ആരോരും നിന്നോട് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ടില്ല. ഇന്നലെ ഞാൻ നീയുമായുള്ള ബന്ധം അവസാനിച്ചെന്ന് വീട്ടിൽ പറഞ്ഞു. അത് കേട്ടിട്ടായിരിക്കും അവര് വന്ന് നിന്നോട് സംസാരിച്ച്. ഇത് കേട്ട് നീതു പറയണ, നീ കൂടുതൽ അഭിനയിക്കണ്ട. നിനക്ക് എന്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ ഈഗോയാ. നിന്നോടിനി ഞാൻ ഒരിക്കലും സംസാരിക്കില്ലേ, ഞാൻ വേറൊരുത്തിനെ കല്യാണം കഴിച്ചിട്ട് പോകുമോ എന്നുള്ള ഭയമാ. അതുകൊണ്ടല്ലേ നീ നിന്റെ ചേട്ടനെയും ചേട്ടത്തെയും ദൂതയച്ചത്. നിനക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് വന്നിട്ട് എന്ത് അഹങ്കാരത്തിലാ നിന്റെ നിധിയേട്ടത്തി സംസാരിച്ചെന്നറിയോ? കോളേജിലല്ലേ പഠിക്കുന്നത്, എന്തിനാ കല്യാണത്തിന് ധൃതി? നന്നായി പഠിക്ക്, നല്ലൊരു നിലയിലെത്തണമെന്നൊക്കെ ഉപദേശിക്കുന്നു. നിന്റെ ഏട്ടത്തിക്ക് എന്താ മോട്ടിവേഷൻ സ്പീക്കർ ആകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നോ? എന്റെ അടുത്ത് പ്രാക്ടീസ് ചെയ്യുകയാണോ? എനിക്ക് എപ്പോ കല്യാണം കഴിക്കണമെന്ന് തോന്നുന്നോ അപ്പൊ ഞാൻ കല്യാണം കഴിക്കും. അവരെന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത്? എന്നെ ചോദ്യം ചെയ്ത അവര് എപ്പോഴാ കല്യാണം കഴിച്ചേ? പഠിത്തം കഴിഞ്ഞ ഉടനെ അവരും കല്യാണം കഴിച്ചില്ലേ? എന്നിട്ട് ഉപദേശവും. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ തമ്മിൽ ഇനി ഒരു ബന്ധമില്ലെന്ന്. ഇനി മേലാൽ നിന്റെ വീട്ടിലുള്ളവരെ ദൂത് അയച്ചേക്കരുത്. നിന്റെ ഏട്ടത്തി വലിയ കുഴപ്പമില്ല, നിന്റെ സുധീഷ് ഏട്ടനുണ്ടല്ലോ, അയാൾ എന്റെ അടുത്ത് വഴക്കിന് വരുന്നു. മര്യാദക്ക് ഇരുന്നോളോ എന്ന് പറഞ്ഞേര്. എപ്പോഴും ഞാനിങ്ങനെ മര്യാദയ്ക്ക് സംസാരിച്ചെന്ന് വരില്ല. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി ഹരീഷ് പറയുന്നു, നിർത്തടി, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആരെയും ദൂതയച്ചില്ലെന്ന്. എന്നോടുള്ള സ്നേഹം കാരണമാ അവര് നിന്റെ അടുത്ത് വന്ന് സംസാരിച്ചത്. നിന്നെ പിരിയുന്നതാ എന്റെ സമാധാനമെന്ന് അവർക്കറിയില്ല. ഞാൻ ഇക്കാര്യം വീട്ടിൽ പറഞ്ഞോളാം. അപ്പൊ നീതു പറയണ, നിന്റെ ചേട്ടനെയും ഏട്ടത്തിയും പറഞ്ഞപ്പോൾ നിനക്ക് ദേഷ്യം വരുന്നത് കണ്ടില്ലേ? എപ്പോ നോക്കിയാലും ഇവിടെ വെച്ച് നിന്റെ സുധീഷ് ഏട്ടൻ എന്നെ കളിയാക്കത്തില്ലായിരുന്നു. അപ്പൊ നീയും ചിരിച്ചോണ്ട് നിൽക്കില്ലായിരുന്നു. ഇപ്പൊ ഞാൻ തിരിച്ച് സംസാരിക്കുമ്പോ മാത്രം ദേഷ്യം വരുന്നോ? കൈകൂപ്പി ഹരീഷ് പറയുന്നു, ക്ഷമിക്ക്, അവരറിയാതെ സംസാരിച്ചു പോയതാ. ഇനി ഇതിൽ പിടിച്ചു കയറണ്ട. ദയവ് ചെയ്ത് ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചേര്. നിന്നോട് സംസാരിക്കട്ടെ എന്ന് അവർ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് കേൾക്കാതെ അവര് നിന്റെ അടുത്ത് വന്ന് സംസാരിച്ചതാ. ഇപ്പൊ പറഞ്ഞല്ലോ, ഇനിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം. അപ്പൊ നീതു പറയണ, നീ എന്നോട് സംസാരിക്കാൻ പറയില്ലല്ലോ, സംസാരിക്കരുതെന്നേ പറയത്തുള്ളൂ. നിനക്ക് എന്നെ വേണ്ടല്ലോ. ഇതിട്ട് ഹരീഷ് ചോദിക്കുന്നു, എന്താടി നിന്റെ പ്രശ്നം? ഇനി എന്റെ വീട്ടിൽ നിന്നും ആരും നിന്നെ കാണാൻ വരില്ല. നീ കല്യാണം കഴിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. നിന്നെ കണ്ടതും നിന്നെ പ്രണയിച്ചതും എല്ലാം ഞാൻ മറന്നോളാം. ഇത് കേട്ട് നീതു പറയണ, ഓ, മറക്കുന്നതൊക്കെ നിനക്ക് ഈസി ആണല്ലോ. ഉറങ്ങി എഴുന്നേറ്റാൽ നീ എല്ലാം മറക്കുമല്ലോ. എനിക്കാണല്ലോ എല്ലാം മറക്കാൻ വിഷമം. ഇത് കേട്ട് ഹരീഷ് പറയണ, നിനക്ക് അത്രയ്ക്ക് വിഷമാണെങ്കിൽ മറ്റൊരുത്തിനെ കണ്ടുപിടിക്ക്. വെറുതെ ഇവിടെ വന്ന് എന്നെ ടോർച്ചർ ചെയ്യരുത്. കണ്ടു നിറഞ്ഞ നീതു ചോദിക്കുകയാണ്, ടോർച്ചർ ആണല്ലേ? വീണ്ടും ഞാൻ നിന്നെ ടോർച്ചർ ചെയ്യുകയാണെന്ന് പറഞ്ഞു. ഞാൻ പോവാ. നിന്റെ വീട്ടിലുള്ളവരോട് നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിച്ചെന്ന് പറഞ്ഞേക്കണം. ഇത് കേട്ട് ഹരീഷ് പറയണ, പറഞ്ഞേക്കാം, നീ ഇപ്പൊ പോ. ഇത് കേട്ട് നീതു അവിടെ നിന്ന് പോകുമ്പോൾ വളരെ ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് ഹരീഷ്. തുടർന്ന് സൈറ്റിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സുഭാഷിന്റെ കാലിലേക്ക് ഒരു കട്ട വീഴുകയാണ്. വേദനയോടുകൂടി അവിടേക്ക് ഇരിക്കുന്ന സുഭാഷ് ഓർക്കുകയാണ് ചാന്ദിനി സൈറ്റിലേക്ക് വരുന്നതും സ്നേഹത്തോടുകൂടി സംസാരിക്കുന്നതും ഭക്ഷണം എടുത്തു തരുന്നതുമെല്ലാം. ശേഷം സുഭാഷ് ഓർക്കുന്നു ചാന്ദിനിയുമായുള്ള നല്ല നിമിഷങ്ങൾ. ഫോൺ എടുത്ത് ചാന്ദിനിയെ വിളിക്കാനായി തുടങ്ങിയിട്ട് വീട്ടുകാര് ചാന്ദിനിയെ വഴക്ക് പറയുമോ എന്ന് പേടിച്ച് ഫോൺ വിളിക്കാതെ ആലോചിച്ച് നിൽക്കുകയാണ് സുഭാഷ്. ശേഷം ചാന്ദിനി അയച്ച വോയിസ് മെസ്സേജുകൾ കേൾക്കുകയാണ് സുഭാഷ്. ഈ സമയം കുറച്ചപ്പുറത്തായി വന്ന അവിനാഷ് ഉറക്കെ സുഭാഷ് ഏട്ടാന്ന് വിളിക്കുകയാണ്. ഇത് കേട്ട് തിരിഞ്ഞു നോക്കുന്ന സുഭാഷ് കാണുകയാണ് അവിടെ നിൽക്കുന്ന അവിനാഷിനെ. സുഭാഷ് മനസ്സിൽ പറയാണ്, ചാന്ദിനിയെ കുറിച്ച് ഓർത്തിരിക്കുന്നത് കൊണ്ടായിരിക്കും അവിനാഷ് ഇവിടെ വന്നതായിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ സുഭാഷ് വീണ്ടും ജോലികൾ ചെയ്യാനായി തുടങ്ങുമ്പോൾ അവിനാഷ് ഉറക്കെ സുഭാഷ് ഏട്ടാന്ന് വിളിക്കുകയാണ്. വിശ്വസിക്കാനാകാതെ അരികിലേക്ക് വന്ന് അവിനാഷ് എന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുകയാണ് സുഭാഷ്. കണ്ടു നിറഞ്ഞ അവിനാശം കെട്ടിപ്പിടിക്കുന്നു. സന്തോഷത്തോടുകൂടി സുഭാഷ് ചോദിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു അവിനാഷ്? ഞാൻ സുഖമായിട്ടിരിക്കുന്നു എന്ന് അവിനാഷ് പറയുമ്പോൾ ചുറ്റും നോക്കി സുഭാഷ് ചോദിക്കുന്നു, ചാന്ദിനി എവിടെ അവിനാഷ്? ചാന്ദിനി വന്നോ? അവിനാഷ്, ചാന്ദിനി വന്നില്ലേ? അപ്പോൾ അവിനാഷ് പറയണ, ഇല്ല സുഭാഷ് ഏട്ടാ, ചാന്ദിനി വന്നില്ല. അപ്പൊ സുഭാഷ് പറയണ,
എങ്ങനെ വരാനാ? ശരി, സുഖമായിട്ടിരിക്കുന്നോ എന്ന് അവിനാശ് പറയുമ്പോൾ സുഭാഷ് ചോദിക്കാണ്, നാട്ടിലെ അച്ഛനും അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? അവിനാശ് വീണ്ടും ഇങ്ങോട്ടേക്ക് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എങ്ങനെ വീട്ടിൽ സമ്മതിച്ചു? അപ്പൊ അവിനാശ് പറയണ, ജോലി ചെയ്യണമല്ലോ, എന്റെ വീടിന്റെ അവസ്ഥ അങ്ങനെയാ. അപ്പൊ സുഭാഷ് പറയണ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവിനാശ്, ചാന്ദിനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ? ചാന്ദിനിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന് അവിനാശ് പറയുമ്പോൾ സുഭാഷ് പറയണ, ചോദിക്കുന്നതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്. നീ ഇങ്ങോട്ട് വന്നു, ഇനി ചാന്ദിനിയെ അവിടെ ആര് നോക്കും? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? അപ്പൊ അവിനാശ് പറയണ, പ്രശ്നം ഒന്നും ഉണ്ടാകത്തില്ല, അവള് നന്നായിട്ടായിരിക്കുന്നേ. അപ്പൊ സുഭാഷ് പറയണ, നീ തിരിച്ചു വന്നാൽ തന്നെ എനിക്കൊരു സമാധാനം. വാ ഇരിക്കും. ഒരു ജോലിക്കാരനോട് ചായ വാങ്ങിച്ചുകൊണ്ട് വരാനായി പറയുകയാണ് സുഭാഷ്. നീ വരുന്ന കാര്യം എന്നോട് പോലും പറഞ്ഞില്ലല്ലോ അവിനാശ് എന്ന് സുഭാഷ് പറയുമ്പോൾ അപ്പൊ അവിനാശ് പറയണ, പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു, എങ്കിൽ പിന്നെ വന്നിട്ട് പറയാന്ന് കരുതി. അപ്പൊ സുഭാഷ് പറയണ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിന്റെ സാഹചര്യം അങ്ങനെയായിരുന്നു. അങ്ങനെ അവർ ചായയൊക്കെ കുടിച്ച് സംസാരിച്ചിരിക്കുകയാണ്. തുടർന്ന് വീട്ടിലേക്ക് വന്ന സുഭാഷ് നികേഷിനോട് ചോദിച്ച് എയുടെ സഹായത്തോടുകൂടി ഹിന്ദിയിൽ ചാന്ദിനിക്ക് മെസ്സേജ് അയക്കുകയാണ്. സുധീഷും അവിടേക്ക് വരുന്നു. സുഭാഷ് ചോദിക്കുന്നു, വീട്ടില് നമ്മളെ കുറിച്ച് അച്ഛനും അമ്മയും എന്തു പറഞ്ഞെന്ന് ചോദിക്കാൻ പറ്റുമോ? അപ്പൊ നികേഷ് പറയുകയാണ്, എന്തു വേണമെങ്കിലും ചോദിക്കാൻ സുഭാഷ് ഏട്ടാ, ട്രാൻസ്ലേറ്റ് ആയിട്ട് വരും. സുഭാഷ് ചോദിക്കുന്നു, ചാന്ദിനി, ഞങ്ങൾ വന്നുപോയതിനു ശേഷം വീട്ടിലെ അച്ഛനും അമ്മയും ഞങ്ങളെ കുറിച്ച് എന്താ പറഞ്ഞത്? ഇതെങ്ങനെ ഹിന്ദിയിൽ പറയാം? ദേ വന്നത് കണ്ടോന്ന് നികേഷ് പറയുമ്പോൾ സുധീഷ് പറയണ, ഇതൊക്കെ എന്തിനാ എയോട് ചോദിക്കുന്നത്? എന്നോട് ചോദിച്ചാ പോരായിരുന്നോ? ഞാൻ തന്നെ പറയല്ലോ, ചാന്ദ്രയുടെ അച്ഛനും അമ്മയും നല്ലതൊന്നും പറഞ്ഞാണില്ല, ഒന്ന് മിണ്ടാതിരിക്കടാന്ന് സുഭാഷ് പറയുമ്പോൾ നികേഷ് പറയണ, ഇനി നിങ്ങള് നേരിൽ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ മെസ്സേജ് അയച്ചായിരിക്കും സംസാരിക്കുന്നത്. അപ്പൊ സുഭാഷ് പറയണ, ടെക്നോളജി ഒരുപാട് വളർന്നു. അപ്പൊ സുധീഷ് പറയണ, അതെ, അതുകൊണ്ട് സുഭാഷ് ഏട്ടൻ ഹിന്ദി പഠിക്കാതിരിക്കണ്ട, എല്ലാം എയുടെ സഹായത്തോടു കൂടി പറ്റില്ലല്ലോ. അപ്പൊ സുഭാഷ് പറയണ, എടാ ചുമ്മാ തിരിക്കട, ചെറിയ പയ്യൻ ഇവിടെ ഇരിക്കുമ്പോഴാണോ? അപ്പൊ സുധീഷ് ചോദിക്കുന്നു, ആര്? ഇവനാണോ? ഈ സമയം അവിടേക്ക് വന്ന ഹരീഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ, നിങ്ങൾ പോയി നീതുമായി സംസാരിച്ചോ? അതിന് നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആകുന്നതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയണ, നിങ്ങൾ സംസാരിച്ചോ ഇല്ലയോ അത് പറ. സംസാരിച്ചു എന്ന് സുധീഷ് പറയുമ്പോൾ ഹരീഷ് ചോദിക്കണ, നിങ്ങളോട് ആരാ പറഞ്ഞത് സംസാരിക്കാൻ? അപ്പൊ സുധീഷ് പറയണ, എന്റെ അനിയൻ വിഷമിക്കുന്നത് കണ്ടിട്ട് വെറുതെ ഇരിക്കാൻ പറ്റുമോ എനിക്ക്, അതുകൊണ്ടാ പോയി സംസാരിച്ചേ. അപ്പൊ ഹരീഷ് പറയണ, നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ പോയി സംസാരിച്ചത്? സുഭാഷ് ചോദിക്കുന്നു, എടാ ഹരീഷ്, എന്താ സംഭവിച്ചേ? സുധീഷ് ചോദിക്കുന്നു, എനിക്കൊരു പ്രശ്നം വന്നാൽ നീ വെറുതെ ഇരിക്കുവോ? ഇല്ലല്ലോ, ഞാനും നിനക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, അതുകൊണ്ടാ ഞങ്ങള് നീതുവിനെ കണ്ട് സംസാരിച്ചേ. സുഭാഷ് ഏട്ടാ, 2 ദിവസമായിട്ട് ഇവന്റെ മുഖം കണ്ടാൽ സഹിക്കാൻ പറ്റില്ലായിരുന്നു, ശോകമായിട്ട് എന്തോ നഷ്ടപ്പെട്ടതുപോലെ ഇരിക്കുകയായിരുന്നു, അതുകൊണ്ടാ പോയി സംസാരിച്ചേ. ഹരീഷ് പറയുന്നു, നിങ്ങൾ പോയി സംസാരിച്ചത് കൊണ്ടാണ് അവൾ എന്റെ അടുത്ത് വന്ന് ബഹളം വെച്ചത്, അവളുടെ കാര്യം ഞാൻ ഡീൽ ചെയ്തോളാന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ആവശ്യമില്ലാതെ അതിലൊക്കെ ഇടപെടാൻ പോയത്? അപ്പൊ സുധീഷ് പറയണ, എടാ മോനെ ഹരീഷേ, അങ്ങനെ ഞാൻ തലയിടരുതായിരുന്നെങ്കിൽ നീ എന്നോട് ആ കാര്യം പറയാൻ പാടില്ലായിരുന്നു. അപ്പൊ ഹരീഷ് പറയണ, സുധീഷ് ഏട്ടന്റെ പ്രശ്നങ്ങളെല്ലാം എന്റെ അടുത്ത് വന്ന് പറയാറില്ലേ, അപ്പൊ ഞാൻ സമാധാനിപ്പിക്കുകയല്ലേ ചെയ്യുന്നുള്ളൂ, ആ പ്രശ്നം ശരിയാക്കാനൊന്നും ഞാൻ ഇറങ്ങി പുറപ്പെടാറില്ലല്ലോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് കേട്ടിരുന്നാൽ മാത്രം മതി, അല്ലാതെ അവളുമായി സംസാരിക്കാൻ പോകേണ്ട കാര്യമില്ലായിരുന്നു. അപ്പൊ സുധീഷ് പറയണ, എടാ അവളെ വിട്ടുകളയാൻ പറഞ്ഞാൽ നീ അത് കേൾക്കില്ല, വിഷമിച്ച് ഏതെങ്കിലും മൂലയ്ക്ക് പോയി ഇരിക്കുകയായിരുന്നല്ലോ, എനിക്കത് കണ്ടോണ്ടിരിക്കാൻ വയ്യ, ഒരു ഉത്തരവാദിത്തമുള്ള ചേട്ടൻ എന്ത് ചെയ്യുമോ അത് മാത്രമേ ഞാനും ചെയ്തുള്ളൂ. ഇത് കേട്ട് ഹരീഷ് പറയണ, വലിയ ഉത്തരവാദിത്തമുള്ള ഒരു ചേട്ടൻ, ഞാൻ പറഞ്ഞായിരുന്നോ ഞാനെന്തോ നിങ്ങളെ ദൂത് അയച്ചിരിക്കുകയാണെന്നൊക്കെ അവള് പറഞ്ഞു, അവളോട് നേരിൽ സംസാരിക്കാൻ എനിക്കറിയില്ലേ, അവള് കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് അവൾ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അതിനുശേഷം ഞാൻ അവളോട് സംസാരിക്കാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു, നിങ്ങൾ എന്തിനാ അവളുടെ അടുത്ത് പോയി സംസാരിച്ചേ? സുധീഷ് ഏട്ടൻ അല്ലെങ്കിൽ ഒരു അധിക പ്രസംഗിയാ? അപ്പൊ സുധീഷ് പറയണ, എടാ ഞാനല്ലടാ അധിക പ്രസംഗി, നിന്റെ നീതു അധിക പ്രസംഗി, ഞങ്ങള് സമാധാനമായിട്ട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ സംസാരിച്ചതിൽ നിന്നും ഏതെങ്കിലും ഒരു പോയിന്റിൽ പിടിച്ച് വഴക്കുണ്ടാക്കാൻ വരിക അവള്. ഇത് കേട്ട് ഹരീഷ് പറയണ, ഇതറിയാവുന്നത് കൊണ്ടല്ലേ അവളോട് സംസാരിക്കേണ്ടത് ഞാൻ പറഞ്ഞത്, വിവരമില്ലേ സുധീഷ് ഏട്ടന്? വിരൽ ചൂണ്ടി സുധീഷ് പറയണ, ദേ നോക്ക് ഹരീഷ്, നിന്റെ നല്ലതിനു വേണ്ടിയാ ഞങ്ങൾ പോയി സംസാരിച്ച്, അത് നിനക്ക് നന്നായിട്ട് അറിയാം, നീ ദേഷ്യം വന്നിട്ട് എന്തൊക്കെയോ പറയുക, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്, ഞാൻ പല്ലടിച്ച് താഴെ ഇടും. സുധീഷിനെ പിടിച്ചു തള്ളിക്കൊണ്ട് ഹരീഷ് പറയണേ, എങ്കിൽ പിന്നെ അടിക്കടാ, എങ്കിൽ പിന്നെ നീ അടിക്കടാന്ന് പറഞ്ഞ് ഹരീഷിനെ പിടിച്ചു തള്ളുകയാണ് സുധീഷ്. ഹരീഷ് സുധീഷിന്റെ കർണം മുഖച്ചടിക്കുകയും സുധീഷും ഹരീഷിന്റെ കർണം മുഖച്ചടിക്കുകയുമാണ്. അവരെ തടയാനായി വരികയാണ് സുഭാഷും നികേഷും. ഹരീഷും സുധീഷും കൂടി തമ്മിൽ തല്ലുമ്പോൾ ഭാസ്കരനും അവിടേക്ക് വരികയാണ്. അടിച്ച് ചാവടാ എന്റെ വിധി എന്ന് പറഞ്ഞ് ഭാസ്കരൻ ദേഷ്യത്തോടു കൂടി പുറത്തേക്ക് പോകുന്നു. ഇത് കണ്ട് അവിടേക്ക് വന്ന നിധി ഉറക്കെ ചോദിക്കുന്നു, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? സുധീഷ്, സുഭാഷേട്ട എന്താ ഇവിടെ നടക്കുന്നത്? അപ്പൊ സുഭാഷ് പറയണ, മോൾ അകത്തേക്ക് വെക്കോ, ഞങ്ങൾ പിടിച്ചു മാറ്റിക്കോളാം. അങ്ങനെ സുഭാഷ് സുധീഷിനെ പിടിച്ചു മാറ്റുമ്പോൾ ഹരീഷിന്റെയും സുധീഷിന്റെ ഇടയിലേക്ക് കയറി നിന്ന് നിധി പറയുന്നു, രണ്ടുപേരും ഒന്ന് നിർത്തുന്നുണ്ടോ? ഇപ്പൊ എന്താ ഇവിടെ സംഭവിച്ചേ? എന്തിനാ ഇങ്ങനെ തല്ലുകൂടുന്നേ? അപ്പൊ സുധീഷ് പറയണ, നീതുവിനോട് ഇവന് വേണ്ടി നമ്മൾ സംസാരിച്ചില്ലേ, നീതു ഇവന്റെ അടുത്ത് വന്ന വഴക്കുണ്ടാക്കിയെന്ന്, ആ ദേഷ്യത്തില് ഇവൻ എന്റെ അടുത്ത് വന്ന വഴക്കുണ്ടാക്കുക. ഇത് കേട്ട് നിധി പറയുകയാണ്, അയ്യോ ഹരീഷ്, സുധീഷ് അല്ല നീതുവിനോട് സംസാരിച്ചേ, ഞാനാ സംസാരിച്ചേ, അത് വെച്ച് നീതു ഹരീഷുമായി വഴക്കുണ്ടാക്കുമെന്ന് ഞങ്ങൾ സത്യമായിട്ടും വിചാരിച്ചില്ല, സോറി ഹരീഷ്, നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. ഹരീഷ് ഞങ്ങളോട് സംസാരിക്കണ്ടെന്നാ പറഞ്ഞത്, പക്ഷെ ഞങ്ങള് സംസാരിച്ചാൽ പ്രശ്നം സോൾവ് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് സംസാരിച്ചത്. ഇക്കാര്യത്തില് ഞാനാണ് തെറ്റ് ചെയ്തത്, സുധീഷിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഇത് കേട്ട് സുധീഷ് ചോദിക്കണ, നിധി നീ എന്തിനാ കുറ്റക്കാരിയാകുന്നത്? നീതുവിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് നിന്നെ കൂട്ടി
കൂട്ടിക്കൊണ്ട് പോയത് ഞാനല്ലേ? എടാ ഞാനാ നിധിയും കൂട്ടി പോയത്. അതിനെന്താ ഇപ്പം? ഇത് കേട്ട് നിധി പറയണ സുധീഷെ ഒന്ന് നിർത്ത്. ഹരീഷ് ഞങ്ങള് സംസാരിച്ചാൽ ആ കുട്ടിയെ മനസ്സിലാക്കുമെന്ന് കരുതിയാണ് സംസാരിച്ചത്. ഐ എം വെരി സോറി. ഇത് കേട്ട് ഹരീഷ് പറയണ അവൾ അങ്ങനെ മനസ്സിലാക്കുന്ന ആളൊന്നും അല്ല ഏട്ടത്തി. ഇതെല്ലാം കേട്ട് സുഭാഷ് ചോദിക്കുന്നു, എടാ എന്താണ് നടന്നത്? സുധീഷ് നീ എന്താ ആ കുട്ടിയോട് പറഞ്ഞത്? അതിന്റെ പേരിൽ നീതു എന്തിനാ ഹരീഷുമായി വഴക്കുണ്ടാക്കിയത്? നടന്ന കാര്യങ്ങളെല്ലാം സുധീഷ് സുഭാഷിനോട് പറയുകയാണ്. നീതു വേറെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്നറിഞ്ഞ് സുധീഷും നിധിയും കൂടി റെസ്റ്റോറന്റിൽ നീതുവിനെ വിളിച്ചു വരുത്തിയതും സംസാരിച്ചതുമെല്ലാം സുധീഷ് നീതുവിനോട് പറഞ്ഞു. എപ്പോഴും നടക്കുന്ന വഴക്കായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു നീതു. നീ വേറൊരു പയ്യനെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നീതു പറഞ്ഞു, അതെ പറഞ്ഞു. ഞാൻ ചുമ്മാ അതൊന്നും പറഞ്ഞതല്ല. വേറെ കല്യാണം കഴിക്കാൻ തന്നെ പോകുന്നത്. എന്റെ കല്യാണം നടക്കാൻ പോകുകയാ. അപ്പൊ നിധി ചോദിച്ചു, ഹരീഷിനോടുള്ള ദേഷ്യത്തിൽ ആരെയോ കല്യാണം കഴിച്ചാൽ നീതു തന്നെയല്ലേ വിഷമിക്കുക? അപ്പൊ നീതു ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങനെയുള്ള അഡ്വൈസ് ഒക്കെ എനിക്ക് തരുന്നത്? എപ്പോ കല്യാണം കഴിക്കണമെന്ന് എനിക്കറിയില്ലേ? ഞാനെന്താ 13 വയസ്സുള്ള പെണ്ണാണോ? എപ്പോ കല്യാണം കഴിക്കണമെന്ന് എനിക്കറിയാം. തുടർന്ന് ഹരീഷ് പറയുകയാണ്, നിങ്ങളുടെ സ്നേഹവും ടെൻഷനും ഒക്കെ എനിക്ക് മനസ്സിലാകും. പക്ഷെ അത് മനസ്സിലാക്കാൻ അവളെ കൊണ്ട് പറ്റില്ല. ഇത് കേട്ട് നിധി പറയണ, ഞങ്ങൾക്ക് അത് മനസ്സിലായി ഹരീഷ്. ഇനിയും ഞങ്ങൾ രണ്ടുപേരും ഈ പ്രശ്നത്തിൽ ഇടപെടില്ല. നടന്നതിന് സോറി. ഹരീഷ് സംസാരിക്കണ്ടെന്ന് പറഞ്ഞതിന് ശേഷവും ഞങ്ങൾ സംസാരിച്ചത് തെറ്റാ. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു, നിധി എന്തിനെങ്ങനെ സോറി പറയുന്നത്? ഇവന്റെ നല്ലതിനു വേണ്ടിയല്ല നമ്മൾ സംസാരിച്ചേ. അപ്പൊ ഇവൻ എന്നെ തല്ലാനാ വന്നത്? തല്ലടാ എന്നെ. എടാ സുധീഷ് ഇങ്ങോട്ട് മാറടാന്ന് പറഞ്ഞ് സുഭാഷ് സുധീഷിനെ പിടിച്ചു മാറ്റുമ്പോൾ സുധീഷ് പറയണ, നിധി വാ നമുക്ക് പോകാം. ഇനി ഞാൻ നിന്നോട് സംസാരിക്കാൻ വരില്ല. ഇങ്ങോട്ട് വാ നിധി എന്ന് പറഞ്ഞ് സുധീഷ് അകത്തേക്ക് പോകുമ്പോൾ ഹരീഷിനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണ് നിധി. ഹരീഷിന്റെ തോളിൽ കൈവച്ച് സുഭാഷ് ചോദിക്കുന്നു, എടാ ഹരീഷ് എന്താടാ ഇത്? എന്നെ വിടെന്ന് പറഞ്ഞ് ഹരീഷ് കൈ തട്ടി മാറ്റി പുറത്തേക്ക് പോവുകയാണ്. സുഭാഷ് നികേഷും വിഷമത്തോടുകൂടി നിൽക്കുന്നു. തുടർന്ന് രാവിലെ ചായ കുടിച്ചുകൊണ്ട് ഹോളിലിരിക്കുകയാണ് നിധിയും നികേഷും. അരികിലേക്ക് വന്ന ഹരീഷ് പറയുന്നു, ഏട്ടത്തി ഇന്നലെ ഞാൻ സംസാരിച്ചത് കേട്ട് എന്നെ തെറ്റിദ്ധരിക്കല്ലേ? ഏട്ടത്തി നല്ലതിനു വേണ്ടിയാണ് സംസാരിച്ചതെന്ന് എനിക്കറിയാം. അപ്പൊ നിധി പറയണ, അത് വിട് ഹരീഷ്. അത് നമ്മൾ ഇന്നലെ തന്നെ സംസാരിച്ച് തീർത്തതല്ലേ? നിങ്ങളുടെ പ്രശ്നത്തിനിടയിൽ ഞങ്ങൾ ഇടപെടാൻ പാടില്ലായിരുന്നു. ഞാൻ ദേഷ്യത്തിലൊന്നും അല്ല പറഞ്ഞത്. ശരിക്കും ഹരീഷ് പറഞ്ഞതാണ് ശരി. അത് വിട് ഹരീഷ്. അതിനെ കുറിച്ച് തന്നെ സംസാരിച്ചോണ്ടിരിക്കണ്ട. അവിടേക്ക് വന്ന് സുഭാഷ് ഹരീഷിന് ചായ കൊടുക്കുകയാണ്. നികേഷ് പറയണ, സുഭാഷ് ഏട്ടാ ഇന്ന് സൺഡേ അല്ലേ? ഇന്ന് മട്ടൻ ഒരുപാട് രൂപയാകുമെന്ന് ഹരീഷ് പറയുമ്പോൾ സുഭാഷ് പറയണ, അത് വിടടാ. അവൻ ആഗ്രഹിച്ച് പറഞ്ഞതല്ലേ? ഏട്ടത്തിക്ക് മട്ടൻ ഓക്കെ അല്ലേ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഓക്കെ ആടാന്ന് പറയുകയാണ് നിധി. അവിടേക്ക് വന്ന സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ എനിക്കിന്ന് ചിക്കൻ ബിരിയാണി മതി. അപ്പൊ നിധി പറയണ, മട്ടൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞില്ലേ? പിന്നെന്താ? അപ്പൊ സുധീഷ് പറയണ, അവന് മട്ടൻ എനിക്ക് ചിക്കൻ ബിരിയാണി. എന്താ സുഭാഷ് ഏട്ടാ? അപ്പൊ സുഭാഷ് പറയണ, ശരിയടാ ഉണ്ടാക്കി തരാം. ഇത് കേട്ട് നിധി പറയണ, എങ്കിൽ പിന്നെ സുധീഷ് തന്നെ പോയി മട്ടനും ചിക്കനും ഒക്കെ വാങ്ങിച്ചോണ്ട് വാ. അപ്പൊ സുധീഷ് പറയണ, അതിനെന്താ വാങ്ങിച്ചാ പോരെ. ഈ സമയം സുഭാഷിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. ചാന്ദിനി എടുത്തിയാണോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയണ, അല്ലടാ കസ്റ്റമർ കെയർ ചെയ്യുന്ന. ഇത് കേട്ട് ഹരീഷ് പറയുന്നു, സുഭാഷിന്റെ വിഷമമായെന്ന് തോന്നുന്നു. നിധിയും സുഭാഷും അകത്തേക്ക് പോയതിനു ശേഷം ഹരീഷിന്റെ അരികിലേക്ക് വന്ന് സുധീഷ് പറയണ, എടാ ഒരു 500 രൂപ ട്രാൻസ്ഫർ ചെയ്ത് തരണേ. അപ്പൊ ഹരീഷ് ചോദിക്കണ, ഞാൻ എന്തിനാ സുധീഷിന് കാശ് തരുന്നേ? ഇന്നലെ എന്നോട് സംസാരിക്കില്ല എന്ന് പറഞ്ഞിട്ട് പോയതല്ലേ? കാശ് വേണമെങ്കിൽ വന്ന് സംസാരിക്കോ? ഇത് കേട്ട് അവിടേക്ക് വന്ന സുഭാഷ് ചോദിക്കുകയാണ്, എന്താടാ എന്തിനാ നിങ്ങൾ വഴക്കുണ്ടാക്കുന്നേ? അപ്പൊ സുധീഷ് പറയണ, വഴക്കൊന്നും അല്ല സുഭാഷ് ഏട്ടാ, ഒരു 500 രൂപ ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞതേ ഉള്ളൂ. 500 രൂപയല്ലേ ഞാൻ തരാന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ വേണ്ട, അവൻ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് തന്നോളും. പറ്റില്ല എന്ന് ഹരീഷ് പറയുമ്പോൾ ഹരീഷിന്റെ ഫോണിലേക്ക് ഒന്ന് നോക്കിയിട്ട് സുധീഷ് ചോദിക്കുന്നു, പറ്റില്ലേ? വീണ്ടും ഹരീഷ് പറ്റില്ല എന്ന് തന്നെ പറയുകയാണ്. സുധീഷ് ഹരീഷിന്റെ ഫോൺ എടുക്കുമ്പോൾ അപ്പൊ ഹരീഷ് പറയുന്നു, സുധീഷ് ഏട്ടാ ഫോൺ ഇങ്ങോട്ട് താ. അങ്ങനെ സുധീഷിന്റെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങാനായി ശ്രമിക്കുകയാണ് ഹരീഷ്. ശരി ഞാൻ തരാന്ന് പറഞ്ഞ് സുധീഷിന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിച്ച് 500 രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ഹരീഷ്. സുധീഷ് പറയുന്നു, ഒരു 500 രൂപയ്ക്ക് വേണ്ടി ഞാൻ ഇത്രയും പോരാടണം? പിന്നെ ഒരു കാര്യം, ഇത് ഞാൻ തിരിച്ചു തരുമെന്നൊന്നും നീ പ്രതീക്ഷിക്കണ്ട. ഞാൻ തിരിച്ചു ചോദിച്ചോന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, നീ ചോദിച്ചാലും തരത്തില്ലെന്നാ ഞാൻ പറഞ്ഞു. അങ്ങനെ സുധീഷ് അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ ഹരീഷ് പറയണ, സുധീഷ് ഏട്ടാ നീതു എന്ത് പറഞ്ഞാലും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാ. സുധീഷ് ഏട്ടനും ഏട്ടത്തിയും നല്ലതിനു വേണ്ടിയാണ് അവളുടെ അടുത്ത് പോയി സംസാരിച്ചത്. പക്ഷെ അവള് അത് മനസ്സിലാക്കില്ല. അത് മറ്റൊരു രീതിയിൽ മനസ്സിലാക്കി വഴക്കുണ്ടാക്കാൻ വരും. അവളെ ഞാൻ ഡീൽ ചെയ്തോളാം. വെറുതെ എനിക്ക് വേണ്ടി പോയി സംസാരിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. അതുകൊണ്ടാ ഇന്നലെ ഞാൻ അങ്ങനെ പറഞ്ഞേ. അവളായിട്ട് വരണമെന്ന് തോന്നിയാൽ വരട്ടെ, ഇല്ലെങ്കിൽ മറ്റാരെയെങ്കിലും കല്യാണം കഴിക്കുന്നതാണ് അവൾക്ക് നല്ലതെന്ന് തോന്നിയെങ്കിൽ അവള് പോട്ടെ. സുധീഷ് ചോദിക്കുന്നു, എടാ പ്രണയമല്ലേ, അങ്ങനെ വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? പോരാടണോടാ. അപ്പൊ ഹരീഷ് പറയണ, വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് പോരാടാനാ? തുടർന്ന് നീതു വിഷമത്തോടുകൂടി ആലോചിച്ച് റൂമിലിരിക്കുകയാണ്. ഈ സമയം സീതയുടെ സഹോദരൻ നീതുവിന്റെ അമ്മാവൻ വീട്ടിലേക്ക് വരികയാണ്. നീതുവിന്റെ റൂമിലേക്ക് വന്ന അമ്മാവൻ ചോദിക്കുന്നു, മോളെ നീ ഇങ്ങനെ റൂമിൽ തന്നെ ഇരുന്നാൽ എങ്ങനെയാ? അപ്പൊ നീതു ചോദിക്കണേ, ഇവിടെ ഇരിക്കാതെ വേറെ എവിടെ ഇരിക്കുക? ഇത് കേട്ട് ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങി വന്ന അമ്മാവൻ ചോദിക്കുന്നു, ഇവളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അപ്പൊ ചന്ദ്രൻ പറയണ, അവക്ക് ഹരീഷിനെ വേണ്ടാന്ന്, വേറെ പയ്യനെ കണ്ടുപിടിക്കാൻ, കല്യാണം കഴിക്കാൻ. അപ്പൊ അമ്മാവൻ പറയണ, ആ ഹരീഷിനെ മതിയെന്ന് പറഞ്ഞ് അവൾ ഈ വീട് തിരിച്ചു വെച്ചതല്ലേ? അപ്പൊ അഖിൽ പറയുന്നു, അവര് തമ്മിലിപ്പം വഴക്ക, തെറ്റി പിരിഞ്ഞൂന്ന്. അമ്മാവൻ ചോദിക്കുന്നു, എന്താ അഖില ഇത്? കെട്ടുവാണെങ്കിൽ അവനെ കെട്ടുവെന്നല്ലേ അവള് പറഞ്ഞിരുന്നത്? എല്ലാവരെയും എതിർത്ത് ഈ വീട് വിട്ട് പോകാൻ വരെ ഇറങ്ങിയത് അവൾ. പിന്നെ എങ്ങനെ അവളുടെ മനസ്സ് മാറിയേ?
അപ്പൊ സീത പറയണ അതൊക്കെ അവളോട് തന്നെ ചോദിക്കണം. എത്രയും പെട്ടെന്ന് നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് കല്യാണം കഴിപ്പിക്കണമെന്നാ അവള് പറയുന്നത്. അമ്മാവൻ ചോദിക്കുന്നു, ചന്ദ്ര ഈ തീരുമാനത്തിൽ അവള് ഉറച്ചു നിൽക്കുവോ? അപ്പൊ ചന്ദ്രൻ പറയുകയാണ്, എനിക്കും അതേ സംശയം ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് അവളോട് ചോദിച്ചു. അവളുടെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ലെന്നാ അവള് പറയുന്നത്. ഇത് കേട്ട് ഒന്ന് ആലോചിച്ച് അമ്മാവൻ പറയുന്നു, അവളെ ഇങ്ങോട്ടൊന്ന് വിളിച്ച്. സീത ഉറക്കെ നീതുവിനെ അവിടേക്ക് വിളിക്കുകയാണ്. നീതു അവിടേക്ക് വരുമ്പോൾ സീത പറയുന്നു, അമ്മാവന് നിന്നോടെന്തോ സംസാരിക്കാനുണ്ടെന്ന്, പറയാനുള്ളത് കേൾക്ക്. അമ്മാവൻ ചോദിക്കുന്നു, എന്താ മോളെ ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ? നീതു ചോദിക്കുന്നു, എന്തു പറഞ്ഞെന്ന് ഞാൻ എങ്ങനെ അറിയാനാ അമ്മാവ? എന്താ പറഞ്ഞെന്ന് ആദ്യം പറ. ഇത് കേട്ട് സീത ചോദിക്കണ, എന്താടി അമ്മാവനോട് അഹങ്കാരത്തിൽ സംസാരിക്കുന്നേ? അപ്പൊ അമ്മാവൻ പറയണ, മോളെ കല്യാണത്തെ കുറിച്ചാ ഞാൻ സംസാരിച്ചേ. നീ ആ ഹരീഷിനെ വേണ്ടെന്ന് വെച്ച് വേറെ പയ്യനെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചു എന്ന് ഇവര് പറയുന്നു. അങ്ങനെ നീ പറഞ്ഞോ? അപ്പൊ നീതു പറയണ, ആ പറഞ്ഞു. ഇത് കേട്ട് അമ്മാവൻ ചോദിക്കണ, എന്താ ആ ഹരീഷുമായിട്ട് എന്താ നിന്റെ പ്രശ്നം? അപ്പൊ നീതു പറയണ, ഞങ്ങൾ തമ്മിൽ ശരിയാകില്ല അമ്മാവ. ഞാൻ വേറെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് അവനോട് പറഞ്ഞു. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞത്. അമ്മാവൻ ചോദിക്കുന്നു, അപ്പോ നിന്നെ വിശ്വസിച്ച് പയ്യനെ നോക്കാമോ? നീതു പറയുന്നു, നോക്കാം അമ്മാവ. നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന പയ്യൻ ആരായാലും ശരി, എങ്ങനെയുള്ളവരായാലും ശരി, ഞാൻ കല്യാണം കഴിച്ചോളാം. അങ്ങനെ നീതു റൂമിലേക്ക് പോകുമ്പോൾ അമ്മാവൻ ചോദിക്കണ, അളിയ ഇവൾ ഇങ്ങനെ മനസ്സ് മാറ്റുന്ന പെണ്ണൊന്നും അല്ലല്ലോ. അപ്പൊ സീത പറയണ, ചേട്ടാ ഇവളോട് ആ മെക്കാനിക്കിനോട് സംസാരിക്കരുതെന്ന് പറഞ്ഞാൽ ഇവള് കേൾക്കില്ലായിരുന്നു. അവന്റെ കടയിൽ കയറി ഇറങ്ങി നടന്നു. നാട്ടുകാരെല്ലാവരും അറിഞ്ഞ് അവനെ കൊണ്ട് തന്നെ അങ്ങ് കല്യാണം കഴിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോൾ പെട്ടെന്ന് വന്ന് പറയുന്നു, അവനെ വേണ്ട, വേറെ കല്യാണം ആലോചിക്കാൻ. നമ്മൾ ലേറ്റ് ആക്കിയാൽ ഇവൾ ഏതെങ്കിലും ഒരുത്തിനെ കൂട്ടിക്കൊണ്ട് വരുമോ എന്നുള്ള പേടിയുണ്ട്. ഇവളെ ഓർത്ത് ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുക ഓരോ ദിവസവും. ഏതെങ്കിലും ഒരുത്തിനെ കണ്ടുപിടിച്ച് കല്യാണം നടത്താം. അത് കഴിഞ്ഞ് അവരായി അവരുടെ ജീവിതമായി ഞങ്ങൾക്ക് കുറച്ച് സമാധാനത്തോടു കൂടി ജീവിക്കാമല്ലോ. ഇത് കേട്ട് അമ്മാവൻ ചോദിക്കണ, അപ്പോ നിങ്ങളും കല്യാണം നടത്താൻ തന്നെ തീരുമാനിച്ചോ? ഇത് കേട്ട് ചന്ദ്രൻ പറയണ, അങ്ങനെ തന്നെ തീരുമാനിച്ചടയാ. എനിക്കും അത് തന്നെയാ ശരിയെന്ന് തോന്നുന്നു. അഖിലെ നീ എന്ത് പറയുന്നെന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ അഖിൽ പറയണ, കല്യാണം കഴിപ്പിക്കുക അമ്മാവ. അവള് തന്നെ ഇപ്പം ഇങ്ങോട്ട് പറഞ്ഞിരിക്കുകയല്ലേ. അപ്പൊ അമ്മാവൻ പറയണ, എന്റെ ഭാര്യയുടെ ആങ്ങളയുടെ മകന് വിവാഹാലോചന നടക്കുന്നുണ്ട്. നല്ല പയ്യനാ, നിങ്ങൾക്ക് അവനെ അറിയാലോ. നീതുവിന് നന്നായി ചേരും. നല്ല പയ്യൻ, നല്ല കുടുംബം, നല്ല ജോലിയുണ്ട്. നമുക്കൊന്ന് ആലോചിച്ചാലോ? ചന്ദ്രൻ പറയുന്നു, ആലോചിക്കാം. ഇത് കേട്ട് അമ്മാവൻ നീതുവിനെ വീണ്ടും അവിടേക്ക് വിളിക്കുകയാണ്. അമ്മാവൻ പറയണ, ഞങ്ങൾ ഇവിടെ പറഞ്ഞതെല്ലാം നീ കേട്ടില്ലേ? എന്റെ ഭാര്യയുടെ ആങ്ങളയുടെ മകനെ നിനക്ക് അറിയാലോ. അവനെ നീ കല്യാണം കഴിക്കുന്നോ? ഒന്ന് ആലോചിച്ച് നീതു പറയുന്നു, ശരി കല്യാണം കഴിക്കാം. ഇത് കേട്ട് അമ്മാവൻ പറയുകയാണ്, എങ്കിൽ പിന്നെ ഒരു 6 മാസത്തിനുള്ളിൽ കല്യാണം നടത്താം. അവരുമായി ഞാനൊന്ന് സംസാരിക്കട്ടെ. ഇത് കേട്ട് നീതു ചോദിക്കുന്നു, എന്തിനാ 6 മാസം? എന്റെ പഠിത്തം കഴിയാറായല്ലോ, അടുത്ത മാസം കല്യാണം കഴിക്കാം. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി മുഖത്തോട് മുഖം നോക്കുമ്പോൾ നീതു റൂമിലേക്ക് പോവുകയാണ്. ചന്ദ്രൻ ചോദിക്കണേ, ഇതെന്താ അളിയാ ഇവളിങ്ങനെ ധൃതി പിടിക്കുന്നതെന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ അപ്പൊ സീത പറയണ, ചേട്ടാ അവള് തന്നെയല്ലേ പറയുന്നേ, നമുക്ക് കല്യാണം നടത്താം. ഇവളെ ഇനി വീട്ടിൽ നിർത്താൻ പറ്റില്ല. ഇത് കേട്ട് അമ്മാവൻ പറയണ, ശരി ഞാൻ അവരോട് സംസാരിച്ചിട്ട് പറയാം. ഞാൻ പറഞ്ഞാൽ അവര് കേൾക്കും, എന്നാലും അവരോടൊന്ന് ചോദിച്ചിട്ട് പറയാം. ശരിയെന്ന് ചന്ദ്രൻ പറയുമ്പോൾ നീതു വളരെ വിഷമത്തോടു കൂടി റൂമിൽ ഇരിക്കുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്